സർ, കുംഭമേളയിൽ വൈറലായ ഒരു താരമാണ് മൊണാലിസ. മൊണാലിസ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അഭയം തേടി. ഇവിടെ CPM-കാർ മൊണാലിസയെ വിവാഹം കഴിപ്പിച്ച് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ലവ് ജിഹാദിൽ പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ലവ് ജിഹാദ് അല്ല, ഞാൻ സ്വമേധയാ ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിൽ മുഴുവൻ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ CPM പെടുമോ ഈ ലവ് ജിഹാദുമായൊക്കെ ബന്ധപ്പെട്ട്? പെടും. അതായത് ഒരു കുംഭമേള സ്ഥലത്ത് വെച്ച് വൈറലായി, വേറൊരു കുംഭമേള നടന്ന സ്ഥലത്താണ് ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ കുട്ടിയുടെ ഈ ആധാർ കാർഡ് വെരിഫൈ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഈ കുട്ടിക്കിപ്പോൾ പരമാവധി ഇന്നും മനോരമ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ 18 വയസ്സാണ്. 17 വയസ്സാണെന്നാണ് പ്രസവിച്ച അമ്മ പറയുന്നത്. അമ്മയായിട്ടൊക്കെ കേരളത്തിൽ നിന്ന് ഹിന്ദു സംഘടനകളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 17 വയസ്സാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് അതിനെപ്പറ്റി നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ, അച്ഛനേക്കാൾ ബോധ്യം കാണും. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ആധാർ കാർഡ് മറ്റേ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, പോലീസ് ഓഫീസർ വെരിഫൈ ചെയ്തല്ലോ. അത് 2015 ആധാർ കാർഡ്. ഈ കുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സ് എന്നുള്ളത് നമ്മൾ മുമ്പൊക്കെ വിലക്കെടുക്കുക. അപ്പോൾ 11 കൊല്ലം പുറകിലോട്ട് പോകണ്ടേ? അപ്പോൾ എത്രയായി? 7 വയസ്സിൽ ഉള്ള ആധാർ കാർഡല്ലേ. ആ 7 വയസ്സിലുള്ള ആധാർ കാർഡിൽ യുവതിയായ ഈ കുട്ടിയുടെ ചിത്രമാണ്. 7 വയസ്സുള്ള കുട്ടിയുടെ ചിത്രമല്ല, ഇപ്പോഴത്തെ മൊണാലിസയുടെ ചിത്രമാണ്. ഈ 2015 എന്ന് അതിൻ്റെ അകത്ത് ഡേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ഓടുന്നത് കാണാം. അത് ജെമിനിയിൽ തയ്യാറാക്കിയ വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് ആണത്. കാരണം അത് ജെമിനിയിലാണ് തയ്യാറാക്കിയതെന്നുള്ളത് അതിൽ നിന്ന് മായ്ച്ചു കളയാൻ ഇത് തയ്യാറാക്കിയ ആൾ മറന്നു പോയിട്ടുണ്ട്. ഇതൊരു ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ വിവാഹം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് 2025 അതാണ് പ്രശ്നം. അപ്പൊ ജനിച്ചത് എപ്പോഴാണ്? ഈ വെരിഫൈ ചെയ്തിരിക്കുന്ന 2 സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് 2025, ആധാർ കാർഡ് 2015. ഇത് ആണ്. പിന്നെ സഹാക്കൾ എന്ന് കഴിഞ്ഞാൽ പോലീസ് ഉടനെ സർട്ടിഫൈ ചെയ്തൊക്കെ കൊടുക്കുമല്ലോ. ഇതിൻ്റെ അകത്ത് വേറെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത് മുസ്ലിമായിട്ട് തന്നെയാണ് വിവാഹം ചെയ്തത് എന്നാണോ മൊണാലിസ പറയുന്നത്? അല്ല, മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല, മതം മാറത്തുമില്ല എന്നാണ് ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഗുരുതരമായ പ്രശ്നമുണ്ട്. മുഹമ്മദ് ഫുർമാൻ എന്നല്ലേ ഭർത്താവിൻ്റെ പേര്. ഇത് ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ വിവാഹം ചെയ്തത്. നയനാർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രമാണ്. അത് 1955 ഹിന്ദു മാരേജ് ആക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ബാധകം. 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം 2 പേരും ഹിന്ദുക്കളായിരിക്കണം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ സഖാക്കള് A.A. റഹീം, മറ്റേ ശിവൻകുട്ടി, മറ്റേ അടുത്ത കാലത്ത് കല്യാണ ബ്രോക്കറായ ഗോവിന്ദൻ മാഷ് ഇല്ലേ, വേടന്റെ അതെ അദ്ദേഹം ഒരു മാട്രിമണി വെബ്സൈറ്റ് തുടങ്ങും. അതിന്റെ പേര് വേടാന്തം എന്നായിരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് ഫുർമാനെ ഹിന്ദു ആക്കിയിട്ടുണ്ടോ? കാരണം പത്രസമ്മേളനത്തിന് ഇരിക്കുമ്പോൾ അയാളൊരു ചുമന്ന പൊട്ട് തൊട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇയാളെ ഹിന്ദു ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താം. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ പറ്റില്ല, അസാധുവാണ്, ഇല്ലീഗലാണ്. മുഹമ്മദ് ഫുർമാൻ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നിട്ടാണോ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്തത്? അല്ല, രണ്ടുപേരും ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുമെന്നാണ് ആ പെൺകുട്ടി. അപ്പൊ ഈ A.A. റഹീമും കൂട്ടരും നടത്തിയത് മുഴുവൻ തട്ടിപ്പാണെന്ന്. അതാണ് കേരള സ്റ്റോറി. ഹിന്ദു മാരേജ് ആക്ട് ആണല്ലോ ഹിന്ദുക്കൾക്ക് ബാധകം. നിയമപ്രകാരമായിരിക്കണമല്ലോ ഇത്. കാരണം ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ അത് 1955 ആക്ടിൽ പറയുന്നത് 2 പേരും ഹിന്ദുക്കളാണെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് വയസ്സിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവർ കൊണ്ടുപോയി
ഈ കുട്ടി ആ ഇൻഡോറിന്റെ അടുത്താണല്ലോ, മധ്യപ്രദേശിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ പെട്ട കുട്ടിയാണ്. അപ്പോ നിയമസാധുത ഇതിനില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇയാൾ ഹിന്ദു മതത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ 1955 ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചിട്ട് ഇത് അസാധുവാണ്. കാരണം രക്ഷകർത്താക്കൾ കോടതിയിൽ പോയാൽ അങ്ങനെ വിധിക്കാൻ പറ്റുള്ളൂ. ക്ഷേത്രത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിൽ മുഹമ്മദ് ഫിർമാൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അതങ്ങനെയാണെങ്കിൽ അസാധുവാണ്. 1955 ഓരോ മതവിഭാഗത്തിനും ഓരോ നിയമമുണ്ടല്ലോ ഇവിടെ. യൂണിഫോം സിവിൽ കോഡ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നതിന് എന്തുകൊണ്ട് ഇത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമല്ലേ നടക്കേണ്ടത്? 2 മതത്തിലാണെങ്കിൽ അതിനാണെങ്കിൽ 1 മാസത്തെ നോട്ടീസ് കൊടുക്കണ്ടേ, കുടുംബാംഗങ്ങളെ അറിയിക്കണ്ടേ, രജിസ്റ്റർ ഓഫീസിൽ ഒട്ടിക്കണ്ടേ? ഇതൊന്നും നടത്താതെ ഇത് എളുപ്പത്തിൽ പൂവാറിൽ മറ്റേ ഷൂട്ടിങ്ങിന് വന്നല്ലേ ഈ കുട്ടി. മറ്റേ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഈ കുട്ടി ഷൂട്ടിങ്ങിന് അച്ഛൻ്റെ കൂടെ വന്നപ്പോൾ മറ്റവനോടും വരാൻ പറഞ്ഞിട്ടല്ലേ ഈ കേസ് ഉണ്ടായത്. സിനിമയിലെ വില്ലനും ഈ പെൺകുട്ടി അയാളും ആക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. 6 മാസം മുമ്പേ അറിയാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗോവിന്ദൻ, റഹീം, ശിവൻകുട്ടി, പിന്നെ പോലീസുകാർ ഇവരെല്ലാം പെടുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിയമം നടക്കുന്നത്. ഇത് ഇപ്പോൾ ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ 2025 അതിൽ 1/1/2008 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1/1/2008. ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് കുംഭമേളയിൽ ഈ കുട്ടി താരമായപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്, ഇതൊക്കെ രേഖയാണല്ലോ, പത്ര റിപ്പോർട്ട് രേഖയാണ്. പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ ഒരു പത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതി സ്വീകരിക്കുന്ന രേഖയാണ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അന്ന് 16 വയസ്സെന്നല്ലേ പറഞ്ഞേ. 21/1/2009 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു. ഇപ്പോൾ 2009 എടുത്താൽ 17 വയസ്സാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അമ്മയും പറയുന്നത് 2009 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ ചെന്നാൽ നമുക്ക് ആധാർ കാർഡ് കിട്ടുമല്ലോ. വ്യാജ ആധാർ കാർഡ്, ജനറൽ സർട്ടിഫിക്കറ്റ് ഇത് മുഴുവൻ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഇത് രണ്ടും ഈ കുട്ടിയുടെ എന്നുള്ള കാര്യത്തിൽ ബലമായ സംശയമുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നതാണല്ലോ, നായികയും വില്ലനും അല്ലേ. അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനു വേണ്ട സന്നാഹങ്ങളൊക്കെ ഇവിടെ ഉള്ള സംഘങ്ങൾ, ഇവിടെ ചില സംഘങ്ങളെയൊക്കെ അറിയിച്ചിട്ട് വന്ന് അവരൊരുക്കിയതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ അകത്ത് ഇനി സ്റ്റേറ്റ് ഓഫ് MP, ഈ കുട്ടിയുടെ സ്റ്റേറ്റ് തന്നെ മധ്യപ്രദേശ്, സ്റ്റേറ്റ് ഓഫ് MP അങ്ങനെയാണല്ലോ കേസ് സർക്കാരിനെതിരെ കൊടുക്കുമ്പോൾ കേസ് രേഖ വരുന്നത്. സ്റ്റേറ്റ് ഓഫ് MP വേഴ്സസ് അനൂപ് സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അനൂപ് സിംഗ് കൊണ്ടുപോയി മധ്യപ്രദേശ് സർക്കാരിനെതിരെ കൊടുത്തൊരു കേസ് ഇതിലൊക്കെ വളരെ പ്രസക്തമാണ്. കാരണം ആധാർ പ്രായം തെളിയിക്കുന്ന രേഖയല്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ആ കേസിലാണ്. ആധാറിന്റെ അതോറിറ്റി ഇല്ലേ, ഉയിഡായി എന്ന് പറയുന്നത്, അവരും പറഞ്ഞിട്ടുണ്ട് ആധാർ മറ്റേ വയസ്സ് തെളിയിക്കുന്ന രേഖയല്ല. അപ്പൊ ആധാറാണ് ഇവിടെ ഹാജരാക്കിയതെങ്കിൽ അത് പ്രൂഫ് അല്ല. അതാണ് പ്രശ്നം. മാത്രമല്ല ആധാറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് 2015 എടുത്താണെന്ന്. അത് രേഖയുമല്ല, ജനന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വ്യാജവുമാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഈ സഖാക്കളൊക്കെ പെടാൻ പോകുന്നതിൻ്റെ പ്രശ്നം. പിന്നെ ഈ മറ്റേ സഖാക്കള് വളരെ സനാതന വിരുദ്ധ വിവാഹമല്ലേ നടത്തിയ. ഈ കുട്ടിയുടെ നെറ്റിയിൽ സിന്ദൂരമുണ്ട്, നിലവിളക്ക് കയ്യിലുണ്ട് ആ സമയത്ത്. അപ്പൊ ഹിന്ദു വിഭാഗത്തില് ബുദ്ധമതക്കാര്, ജൈന മതക്കാര്, സിഖുകാര് ഇതൊക്കെ കോടതി അംഗീകരിച്ചിരിക്കുന്ന അങ്ങനെയാണ്, ഹിന്ദു മതത്തിന്റെ ശാഖകളായിട്ടാണ്. അപ്പൊ കോടതിയിൽ ഇനി രക്ഷിതാക്കള് പോയിട്ട് ഇത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇത് 1955 ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് അസാധുവായ വിവാഹമാണ്. ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിമിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പാളയം
മോസ്കിൽ കൊണ്ടുപോയി കല്യാണം കഴിക്കായിരുന്നില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ അപ്പൊ എന്താ അത് ചെയ്യാതിരുന്ന അവര്? അപ്പോൾ ഹിന്ദു ആയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്. ഈ മുസ്ലിം യുവാവ് ഹിന്ദു ആയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്, ഒരുപാട് പൊല്ലാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ വെച്ചോ മറ്റോ ആര്യസമാജത്തിലൊക്കെ പോകണം ഹിന്ദു ആകാൻ. ഈ പെട്ടെന്ന് ആരെങ്കിലും അവിടെ ഹിന്ദു ആക്കി മന്ത്രം ചൊല്ലിക്കൊടുത്തോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവൻ ഹിന്ദു ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് തോന്നുമ്പോഴൊന്നും മൊഴി ചൊല്ലി പോകാൻ പറ്റില്ല. കോടതി വഴിയേ വിവാഹമോചനം പറ്റുള്ളൂ. ഇസ്ലാമിനെ പോലുള്ള സൗകര്യങ്ങൾ കിട്ടില്ല. 4 കെട്ടാൻ പറ്റില്ല ഇവൻ ഹിന്ദു ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ തുല്യ പങ്കാളിത്തം എല്ലാത്തിലും ഇല്ലേ, സ്വത്തവകാശത്തിലും ഒക്കെ തുല്യ പങ്കാളിത്തം കിട്ടും. 2 സ്ത്രീക്ക് 1 പുരുഷന് തുല്യം 2 സ്ത്രീ എന്നാണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരിപാടി ഇവൻ ഹിന്ദു ആയിട്ടുണ്ടെങ്കിൽ ആ പരിപാടി നടക്കില്ല. സ്വത്തില് മക്കൾക്ക് തുല്യ അവകാശം കിട്ടും. ആണിന് സ്വത്തിൻ്റെ പകുതി, പെണ്ണിന് അതിൻ്റെയും പകുതി എന്നാണ് ഇസ്ലാമില്. അതുപോലെ തന്നെ പെൺമക്കൾ മാത്രമാണെങ്കിൽ സ്വത്ത് അവർക്കല്ല, പിതാവിൻ്റെ സഹോദരന് കൊടുക്കണം എന്നൊക്കെയല്ലേ ഇസ്ലാമില്. അതല്ലേ ഷുക്കൂർ വക്കീലും ഭാര്യയും കൂടി കൊണ്ടുപോയിട്ട് ഇത് വേറെ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ പല ജഡ്ജിമാരും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുറത്തറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി ജഡ്ജിമാരും ഒക്കെ റിട്ടയർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ പുരുഷനായിട്ടുണ്ടെങ്കിൽ ഈ വിവാഹ സമയത്ത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പല ഗുണങ്ങളും അയാൾക്കും ഉണ്ട്, ഈ കുട്ടിക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച്, അതായത് ഒരു മോസ്കിൽ വെച്ചല്ലോ വിവാഹം നടത്തിയത്, നിക്കാഹ് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയപ്പോൾ റഹീമും MV ഗോവിന്ദനും V ശിവൻകുട്ടിയും എന്താണ് ചെയ്തതെന്നറിയാമോ? ഈ സനാതന ധർമ്മത്തിന്റെ ശ്രേഷ്ഠത അവർ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് മോസ്കിൽ വെച്ചല്ല, ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. ഹിന്ദു വിവാഹ നിയമത്തിൻ്റെയും ശ്രേഷ്ഠത ഉയർത്തിപ്പിടിച്ചു. പക്ഷെ അത് കോടതി പോയാൽ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കുന്നത് തോന്നുന്നില്ല. ഹിന്ദു മുസ്ലിം വിവാഹത്തില് പങ്കാളികളിലെ മുസ്ലിം ആണ് മറ്റേ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ അഖില ഹാദിയുടെ ഒക്കെ കഥ ദയനീയല്ലേ. കാരണം ഈ കുട്ടി ഇസ്ലാമിൽ ചേരണം എന്നവർ നിർബന്ധം പിടിക്കുമല്ലോ. കാരണം ദീനിലേക്ക് ഒരാളെ കൂടി കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത് മഹത്തായ കാര്യമായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇയാൾ മുസ്ലിം ആണെങ്കിൽ അയാളുടെ കുടുംബം ഈ മൊണാലിസയെ കാഫിറായിട്ടേ കാണുള്ളൂ. അതുകൊണ്ട് ഈ ഇന്ത്യയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ. ഈ അവസാനം വന്ന കേരള സ്റ്റോറി 2 അതിൻ്റെ അകത്തൊക്കെ ഉള്ളത് നടന്ന കഥയാണല്ലോ. ഈ മധ്യപ്രദേശിലെ തന്നെ ഒരു കുട്ടി ശിവരാത്രി ദിവസം മറ്റേ ബീഫ് പാചകം ചെയ്ത് നിർബന്ധിച്ച് കഴിപ്പിച്ചൊക്കെ നടന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മൊണാലിസയെ ഇസ്ലാമാകാൻ ഇയാൾ ഹിന്ദുമതത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ ഇസ്ലാമാകാൻ നിർബന്ധിക്കും. അല്ലെങ്കിൽ ആ കുട്ടി കാഫിറാണെന്ന് ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ധാരാളം പുലിവാലികൾ വന്നു. 1 ഹിന്ദു വിവാഹ നിയമം, 2 ആധാർ കാർഡ്, 3 ജനന സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ വ്യാജം. ക്ഷേത്രത്തിൽ നടന്ന വിവാഹം അസാധു. അപ്പോൾ മൊണാലിസയുടെ ഭാവി എന്തായിരിക്കും എന്നാണ് ധന്യക്ക് തോന്നുന്നത്. മൊത്തത്തിൽ കേട്ടിട്ടത് പെരുവഴിയിലാകാനാണ് സാധ്യതയെന്ന് തോന്നുന്നു സാർ. കാരണം ഇനി ഈ മതം ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കുട്ടിയുടെ മതത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്നില്ല എങ്കിൽ അങ്ങോട്ടേക്ക് മാറാനായിട്ട് നിർബന്ധിക്കും. അതെന്തായാലും അത് ലവ് ജിഹാദ് തന്നെയല്ലോ. പിന്നെ അത് മാറാതിരുന്നാൽ ഒരുപക്ഷെ കൊടിയോ പീഡനം, ഉപദ്രവം, ചിലപ്പോൾ ആത്മഹത്യ, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളതാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് CPM ആണ്. അതെ, CPM പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരൊരു കേരള സ്റ്റോറി ഉണ്ടാക്കിയത് ആ 2 കേരള സ്റ്റോറി സിനിമയിൽ പറയുന്നത് പോലുള്ള ഒരു ദുർനടപ്പിന് വഴിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഈ മാട്രിമോണി സൈറ്റ് പൂട്ടുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.